ഏവർക്കും ജോബ് സ്റ്റേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് GDSൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ അന്ന് അപേക്ഷിച്ച സമയത്ത് തെറ്റ് പറ്റിയവർക്ക് വേണ്ടിയിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതായത് 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ നമുക്ക് എനേബിൾ ആവുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ കീഴിൽ വന്നിരിക്കുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി തെറ്റായിട്ട് കൊടുത്തവരുണ്ട്, നമ്മുടെ SSLCയുടെ മാർക്ക് തെറ്റായിട്ട് കൊടുത്തവരുണ്ട്. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ്, അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ തിരുത്താൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മുടെ ഈ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ GDSന് ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് ചോദിച്ച പോലെ തന്നെ നമ്മളെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ആദ്യം മുതലേ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ പാരൻസിൻ്റെയും നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ശേഷം കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ നിലവിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ലാംഗ്വേജ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കേണ്ട ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഇവിടെ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് റിസൾട്ട് ടൈപ്പാണെന്നുള്ളത് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നിലവിൽ 10ാം ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മുൻപ് അപേക്ഷിച്ച സമയത്ത് ഈ ഒരു ഭാഗത്ത് തെറ്റ് പറ്റിയവർ കൃത്യമായിട്ട് അവരെഴുതിയ സബ്ജക്റ്റും അതിൻ്റെ ഗ്രേഡ്സും ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് ഡിവിഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവിഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇത്തവണ കൂടി തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചാൻസ് ലഭിക്കുന്നതായിരിക്കില്ല. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നൽകിയിരിക്കുന്ന ആ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ടിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നമ്മുടെ പേരാവണമെന്നില്ല, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും ചിലപ്പോൾ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുള്ളവരൊക്കെ ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ട് എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.